ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എൻ്റെ പ്രവാസിയായ മറ്റൊരു സുഹൃത്താണ് നവാസ്. ഹായ്. അപ്പോൾ നവാസിനോട് ഒരു 5 ചോദ്യങ്ങളായാലോ? ഓക്കെ. യെസ്. ഞാൻ ഇൻസ്റ്റയിലൊക്കെ നവാസിനെ കാണുമ്പം ഉം, ഒരുപാട് ഫാഷൻ ഉം, പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉം. മോഡലായിട്ട് നിന്നിട്ടുണ്ട്, ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എന്തായിരുന്നു ഈ മോഡലിങ്ങിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ? ഇപ്പോഴും ആ പാഷൻ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? യെസ്. ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചോദിച്ചേക്കുന്നത്. മോഡലിംഗിന്റെ ഇൻസ്പിറേഷൻ അല്ലേ? ആക്ച്വലി മോഡലിംഗിന് ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിലിൻ സോമനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മിലിൻ സോമൻ അറിയാം, അറിയായിരിക്കുമല്ലോ, അറിയാം, അറിയാം. നമ്മുടെ ആ. മെയ്ഡ് ഇൻ ആ, ഇന്ത്യ മനസ്സിലായി, ലാസ്റ്റ് മനസ്സിലായി. വരുന്ന ആൾ. ആളെ ഭയങ്കര ആളിപ്പോൾ ഒരു ലാക്മേ ഫാഷൻ വീക്കിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ലാസ്റ്റ് ആളുടെ ഒരു 50s ഒക്കെ കഴിഞ്ഞു ആള്. പക്ഷെ എന്നാലും ആളാ ഇറങ്ങിയിരിക്കുന്ന അതൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പം മിലിൻ സോമൻ ആയിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ ഈ ഇതിലേക്ക് ഇറങ്ങാനുള്ള. പിന്നെ എന്താ പറയാ, കുറെ ഫ്രണ്ട്സ് കൊച്ചിയിലായിരിക്കുന്ന സമയത്ത് കുറെ ഫാഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ മോട്ടിവേറ്റ് ചെയ്തു. അനാവശ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ഇറങ്ങിയെന്ന് പറയുന്നതായിരിക്കും ശരി. ഇപ്പോ ഉണ്ട്, ഇപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതലും കോൺട്രാക്ട് ബേസ്ഡ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഫോട്ടോസ് കൂടുതലും ഇടാൻ പറ്റുന്നില്ല. റാമ്പ് ഇപ്പം ഒരു ബ്രാൻഡിന് വേണ്ടി, ദ ഗിവിംഗ് മൊമെന്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് വേണ്ടി ഇപ്പം റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെയൊക്കെ വീഡിയോസും ഫോട്ടോസും നമുക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പം പലരും അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ പേഴ്സണലി ചെയ്യാൻ നേരത്ത് ഡെഫിനറ്റ്ലി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ആദ്യത്തെ സാലറി ഓർമ്മയുണ്ടോ? എത്രയാ കിട്ടിയെന്നൊക്കെ ഉള്ളത്? എൻ്റെ ചോദ്യം, ആ സാലറിയിൽ നവാസിന് വേണ്ടി എന്താണ് മാറ്റിവെച്ചത്? എന്താണ് ചെയ്തത്? ആദ്യത്തെ സാലറി എന്ന് പറയുന്നതിനേക്കാൾ ആദ്യത്തെ സാലറി ഞാൻ ഒന്നും ചെയ്തില്ല. ആക്ച്വലി രണ്ടാമത്തെ സാലറിയിലാണ് ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നത്. ആക്ച്വലി ഇവിടെ അറിയാമായിരിക്കുമല്ലോ, ഇപ്പൊ നമ്മൾ വിസിറ്റിൽ വന്നു കഴിഞ്ഞാൽ വിസ ചേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ലക്കിലി എനിക്ക് എൻ്റെ ലാസ്റ്റ് മൊമെന്റിലാണ് വിസ ചേഞ്ച് ചെയ്യാനായിട്ട് വന്നപ്പം എൻ്റെ കമ്പനിയിലെ ആള് ഇങ്ങനെ ചോദിച്ചു, ഇപ്പം ഏത് കൺട്രിയിലാണ്. ഇപ്പം സാധാരണ ഇറാനിലൊക്കെ പോയാണ് പലരും ചെയ്യുക. അപ്പം എനിക്ക് അങ്ങോട്ട് എന്തോ ഭാഗ്യത്തിന് കിട്ടിയില്ല. അപ്പം ആക്ച്വലി ആളെനിക്ക് ടർക്കിയിലേക്ക്, അതായത് ഇസ്താൻബുൾ ആ ഒരു സ്ഥലത്തേക്ക് എനിക്കൊരു ഇത് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആളോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തുള്ളൂ, നമുക്ക് 10 ദിവസം അവിടുത്തെ വിസ കിട്ടും. അപ്പോ 10 ദിവസത്തെ ആ ഒരു വിസയിൽ എനിക്കൊരു 5-6 ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്ത് നിൽക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി എനിക്ക് ആ വിസയുടെ ചേഞ്ച് ചെയ്തിട്ട് എനിക്കൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചിങ്ങോട്ട് റിട്ടേൺ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തന്നത്. അപ്പം ഒരു ഇസ്താൻബുൾ അവിടെ ഒരു സ്റ്റേക്കേഷൻ ഞാൻ ചെയ്തു. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ ഒരു സാലറിയിൽ നിന്നാണ് ചെയ്തത്. അപ്പം ആ ഒരു സംഗതി ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടുത്തെ ഒരു കൾച്ചറും കാര്യങ്ങളും ഫുഡൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതാണ് സെക്കൻഡ് സാലറിയിൽ നിന്ന് ഞാൻ ചെയ്ത കാര്യം. ഓക്കെ. നവാസിന്റെ അഭിപ്രായത്തിൽ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒരു 3 ക്വാളിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ വേണ്ട 3 ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് തന്നെ ഞാൻ ഭയങ്കര ഫെയിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാര്യം റിലേഷൻഷിപ്പ് ഇല്ല എന്നല്ല, ഉണ്ടായിട്ടുണ്ട്. 3 ക്വാളിറ്റീസ് പറഞ്ഞു തരേണ്ട ക്വാളിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും സ്പേസ് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളും ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ് ആണ് എന്നുള്ള കൺസിഡറേഷൻ വെച്ചിട്ട് അവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളത് സ്പേസ് കൊടുക്കുക. പിന്നെ ഈ സ്പേസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അവരുമായിട്ട് എൻഗേജ്ഡ് ആവുക. അത് മീൻസ് നമ്മൾ എപ്പോഴും വിളിച്ചിട്ട് ഹലോ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, ലൊക്കേഷൻ അയക്കുമോ, അത് ചെയ്ത് അങ്ങനെയല്ല പറയേണ്ടത്. നമ്മൾ അവരോടൊപ്പം നമ്മൾ എപ്പോഴും ഉണ്ടെന്നുള്ളൊരു ബോധം അവരെ ഉണ്ടാക്കുക. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, ഇപ്പം ഞാനിപ്പം ഇവിടെ ദുബായിലാണ്, എൻ്റെ ആളിപ്പം കേരളത്തിലാണ് എന്നുണ്ടെങ്കിലും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഏറ്റവും വേണ്ട കാര്യം ഒറ്റൊരു കാര്യം മാത്രമാണ്: വിശ്വാസം എന്ന് പറഞ്ഞ സാധനം, ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. അത് പോവാതെ നോക്കുക. ഇപ്പം ഈ ഒരു എൻഗേജ്മെന്റും, അതായത് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരു കാര്യവും, പിന്നെ സ്പേസ് കൊടുക്കേണ്ട കാര്യവും, പിന്നെ ട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യം, ഇത് 3 കൊടുത്തു കഴിഞ്ഞാൽ തന്നെ റിലേഷൻഷിപ്പ് നല്ലതാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. ഇവിടുത്തെ ജോലി, പ്രവാസ ജീവിതം, ഇതല്ലാതെ എന്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് നവാസിനുള്ളത്? ഡാൻസിങ്, റീഡിങ്, സിംഗിങ്, അങ്ങനെയൊക്കെ പാഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് അത് ഫോളോ ചെയ്യുന്നത്? ബുക്സിനെ ഇഷ്ടപ്പെടുന്ന ആളെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വായിച്ച ബുക്സുകളിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ തന്ന ഒരു ബുക്ക് ഏതാണ്? ബാക്കി ആളുകൾ നിങ്ങൾ വൺസ് ഒരിക്കലെങ്കിലും വായിക്കണം തോന്നിയ ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് ബുക്ക് സജസ്റ്റ് ചെയ്യും? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് ആക്ച്വലി അതിന് പറയേണ്ട കാര്യമല്ല. എക്സ്ട്രാ നമുക്ക് ഈ പ്രവാസ ജീവിതത്തിൽ എക്സ്ട്രാ ടൈം കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണല്ലേ. ഞാൻ കൂടുതൽ ബുക്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ബുക്സ് റീഡ് ചെയ്യാറുണ്ട്. ഡാൻസ്, ഇപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും റീൽസ് പലതും ചെയ്യാറുണ്ട്. പലതും വെളിച്ചം കണ്ടിട്ടില്ല, അത്ര നല്ല റീൽസ് ആയിരിക്കും. അപ്പോൾ ബുക്സ് അത്യാവശ്യം
വായിക്കുന്ന ഒരു ആൾ തന്നെയാണ്. എനിക്കിപ്പം ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ബുക്സിനോട് കുറച്ച് അന്നേ കുറച്ച് കണക്ഷൻ ഉണ്ട്. അപ്പം ഗബ്രിയേൽ ഗാർഷ്യ മാർക്യൂസ് എന്ന് പറയുന്ന ഒരു റഷ്യൻ റൈറ്ററാണ് ഫേവറേറ്റ് ആയിട്ടുള്ളത്. ആളുടെ ക്രോണിക്കിൾ ഓഫ് എഡത്ത് ഫോർട്ടോൾഡ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഇപ്പം ഞാൻ ഓൾറെഡി വായിച്ചതാണ്. പിന്നെ സെക്കൻഡ് ടൈം ഒന്നിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉണ്ട് ബോറടി മാറ്റാനായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓരോ ബുക്സും ഇപ്പം മാക്സിമം 2 വട്ടം അങ്ങനെയൊക്കെ വായിക്കുള്ളൂ. ചിലത് ഒരു വട്ടം വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തി അങ്ങനത്തെ ഒരാളാണ്. എന്തായാലും ഒരു ബുക്ക് എന്തായാലും ഒരു പ്രാവശ്യം ഫുള്ള് വായിക്കും. എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഞാനൊരു 3 വട്ടം വായിച്ച് തീർത്തിട്ടുള്ളതുമായ 3 വട്ടം അടുപ്പിച്ച് വായിച്ച് തീർത്തിട്ടുള്ളതുമായ ഒരു നോവലാണ് നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്നത്, ബെന്യാമിൻ്റെ. അപ്പം പ്രവാസ ജീവിതം എങ്ങനെയാണ് എന്നുള്ള ഒരു പിക്ചറൈസേഷൻ ആ നോവലിൽ തന്നെ ഉണ്ട്. ഒരാളുടെ എത്രത്തോളം അതിനകത്തുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ബെന്യാമിന്റെ ആടുജീവിതമാണ് എനിക്ക് ഈ പ്രവാസികൾ ഒന്നെങ്കിലും വായിച്ചു. ഇപ്പം പൃഥ്വിരാജിന്റെ സിനിമ ഇറങ്ങിയതുകൊണ്ട് എല്ലാവരും കണ്ടു കാണും. പക്ഷെ ആ നോവൽ ഒന്ന് വായിച്ചിരിക്കുക, ആ നോവലിനകത്ത് വായിക്കുന്നതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ളവർക്കും അല്ലാതെ എല്ലാവർക്കും കൂടെ വായിക്കാനായിട്ട് ഞാനിപ്പം നമ്മുടെ ഒരു അണ്ടർ റേറ്റഡ് നോവൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പലരും വിമർശിക്കുന്നുണ്ട്. അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി നല്ലൊരു നോവലാണ്. അതിന്റെ ക്യാരക്ടേഴ്സിന് ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ടും എന്താ പറയാ ഒന്ന് റിലേറ്റബിൾ ആവും. നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരെ പോലെ തോന്നും. പിന്നെ ഇപ്പോ റീസെന്റ് ആയിട്ടൊരു വന്നേക്കുന്ന ഒരു ആളുടെ ഒരു കുറച്ച് നോവൽസ് ഉണ്ട്. അത് ഏത് നോവൽസ് ആണെന്നല്ല, ആളുടെ എല്ലാ നോവൽസും അടിപൊളിയാണ്. നിസാർ ഇൽത്തുമിഷ് എന്ന് ആണ് ആ ഓഥറിന്റെ പേര്. നിസാർ ഇൽത്തുമിഷ് എഴുതിയിരിക്കുന്ന എല്ലാ നോവൽസും എന്താ പറയാ അടിപൊളിയാണ്. അടിപൊളി നോവൽസ് ആണ്. ആളെ എനിക്ക് പേഴ്സണലി പരിചയമുള്ള ആളാണ്. ഞങ്ങൾ പേഴ്സണലി മീറ്റ് ചെയ്തിട്ടുണ്ട് ആളുടെ നോവൽസ് എല്ലാം അടിപൊളിയാണ്. അതും ഒന്ന് വായിച്ചിരിക്കുക. അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രവാസ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മുടെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ടാവും. ചിലര് ലോങ് ലാസ്റ്റ് ആയിട്ട് ഇപ്പോഴും കൂടെ ഉണ്ടാവും, ചിലര് വിട്ടു പോയിട്ടുണ്ടാവും നമ്മളെ കൂടെ. അതിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ എന്തായിരിക്കണം? നമുക്കിപ്പോൾ ഫ്രണ്ട്സൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടും നോക്കി സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആളുകളെ ചൂസ് ചെയ്യുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ്? ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ആളിനെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ അങ്ങോട്ട് തേടി പോയിട്ടുള്ള ഒരാളല്ല. എനിക്ക് കൂടുതലും ഈ പ്രവാസ ജീവിതത്തിൽ തന്നെ ഇങ്ങോട്ട് ഇവിടെ ദുബായിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഇങ്ങോട്ടാണ് കുറേ കുറേ ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതിൽ പലരും ഇപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ട്, പലരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട്സ് ഇല്ല. അങ്ങനെ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ ഒരു ബേസിക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപെർഫെക്ഷൻസ് നോക്കുക ആൾക്കാരുടെ. ഇപ്പം ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്ന് വെച്ചിട്ട് ഒരാളെ പോയി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അയാൾ ഒരു ഭയങ്കര പെർഫെക്റ്റ് ആണ് ഞാൻ എന്ന് കരുതിയിട്ട് വന്ന് സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഇംപെർഫെക്ഷൻസ് എന്തുണ്ട് അതിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുക. ആ ഇംപെർഫെക്ഷൻസ് ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അയാളുമായിട്ട് ഒരുപാട് ഇപ്പം പെർഫെക്റ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് അധികം ഇപ്പം ഞാനിപ്പോൾ ഒരാൾക്ക് പോയിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുന്നു, ആ അഭിനയം എത്ര നാൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. എൻ്റെ ഇംപെർഫെക്ഷൻ ഞാൻ ഇതാണ്, ദിസ് ഇസ് മീ, ദിസ് ഇസ് വാട്ട് ഐ ആം എന്നുള്ള രീതിയിൽ പോയി പറഞ്ഞ് അങ്ങനെ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് കാലം പോകുമെന്ന് അതിന് ഉദാഹരണം ഉണ്ട്. അങ്ങനെ ഉള്ള ആൾക്കാർ ഇപ്പോഴും ലൈഫിൽ ഉണ്ട്. അതാണ് ഇംപെർഫെക്ഷൻസ് നോക്കുക ആൾക്കാരെ. അതാണ് നമ്മൾ എന്താണ്, നമ്മുടെ റിയൽ സെൽഫ് എന്താണ് എന്നുള്ളത് കാണിക്കുക. അത് ഒരുപാട് കാലം നമുക്കൊരു റിലേഷൻഷിപ്പിൽ കൂടുതൽ അത് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആൾക്കാര് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളായിട്ടുള്ള സ്മൂത്ത് ആവും. അല്ലെങ്കിൽ നമ്മളെ സഹിക്കുന്നു, അയ്യോ നീ ഇങ്ങനാണോ, അയ്യോ ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത് വെറും ആ ഡ്രാമ നമുക്ക് താല്പര്യമില്ല. താങ്ക് യു ഫോർ യുവർ ടൈം. ഹാപ്പി ഡേ. താങ്ക് യു സോ മച്ച്. ഓക്കെ.